പഠിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ സയൻസിലെ 8ാമത്തെ അധ്യായം നവകേരള സൃഷ്ടിക്കുക എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വിവിധ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ നടത്തിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണ രീതിയിലൂടെ നടത്തിയിട്ടുള്ള കേരളത്തിൻ്റെ മുന്നേറ്റങ്ങളെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ചും കേരളത്തിലുണ്ടാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിൽ വിവിധ തരത്തിലുള്ള മിഷണറി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പോൾ കേരളത്തിൽ മിഷണറി പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിനുണ്ടാക്കി കൊടുത്ത നേട്ടങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ പാഠഭാഗത്തിൽ പറയുന്നത്. ഈ പാഠത്തിലെ അവസാന ഭാഗമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അടുത്തതായി പറയാൻ പോകുന്നത് മിഷണറി പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ സോഷ്യൽ റിഫോംസിന്റെ മേഖലയിൽ മൂവ്മെന്റ്സിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്ക്, ക്രിസ്തീയ പണ്ഡിതന്മാർക്ക് നല്ല പങ്കുണ്ട്. ഈ ക്രിസ്ത്യൻ പണ്ഡിതന്മാരുടെ ഗ്രൂപ്പിനെയാണ് മിഷണറിമാർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവർക്ക് നല്ല പങ്കുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട പങ്ക് വിദ്യാഭ്യാസ മേഖലയിലാണ്, ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷനിലാണ്. ഇവർ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു. എല്ലാ കുട്ടികൾക്കും ഇവർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. ഇവർ കൊടുത്ത ഈ വിദ്യാഭ്യാസ മുന്നേറ്റം കേരളത്തിലെ സാമൂഹിക ഉണർവിന്, കേരളത്തിൽ ഒരു പ്രോഗ്രസിന് കാരണമായി, സോഷ്യൽ അവേക്കനിങ്ങിന് കാരണമായി, സാമൂഹിക ഉണർവിന് കാരണമായി. ഇങ്ങനെ കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട മിഷണറി സംഘങ്ങളായിരുന്നു, മിഷണറി ഗ്രൂപ്പ്സ് ആയിരുന്നു ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഈ 3 സംഘങ്ങളായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ. അപ്പോൾ നമ്മൾ ഒരുപാട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും പരിഷ്കർത്താക്കളെക്കുറിച്ചും പറഞ്ഞു, സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചും പറഞ്ഞു. ഇനിയും കുറച്ച് പരിഷ്കർത്താക്കൾ കൂടിയുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പരിഷ്കർത്താക്കളായിരുന്നു സഹോദരൻ അയ്യപ്പൻ, അതുപോലെ തന്നെ പണ്ഡിറ്റ് KP കറുപ്പൻ, അതുപോലെ തന്നെ സനാഉള്ള സയ്യിദ് മക്തി തങ്ങൾ. ഇവരെല്ലാം അന്ധസമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥക്കും അന്ധവിശ്വാസങ്ങൾക്കും കാസ്റ്റ് സിസ്റ്റത്തിനും സൂപ്പർസ്റ്റിഷൻസിനും അതുപോലെ തന്നെ ബ്ലൈൻഡ് ബിലീവ്സിനൊക്കെ എതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച വ്യക്തികളാണ്. ഇവരെല്ലാം വിദ്യാഭ്യാസത്തിന്റെ, എഡ്യൂക്കേഷന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു. മാത്രമല്ല സോഷ്യൽ റിഫോംസിനോടൊപ്പം മാനവ മൈത്രി സന്ദേശം, മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ള ഒരു സന്ദേശം, ഹാർമണി, ഐക്യത, ഒരു സന്തോഷത്തിന്റെ സന്ദേശം, ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ്, മനുഷ്യ സൗഹാർദ്ദത്തിന്റെ സന്ദേശം ഇവർ ജനങ്ങൾക്കിടയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തു, ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് സമൂഹത്തിൽ തെറ്റായ കാര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് നല്ല കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊരുപാട് സോഷ്യൽ റിഫോമേഴ്സ് ഉണ്ടായിരുന്നു, സാമൂഹിക പരിഷ്കർത്താക്കളും ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം പ്രവർത്തന ഫലമായി സമൂഹത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഉണ്ടായ നേട്ടങ്ങളാണ്, കേരളത്തിലുണ്ടായ നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്, പ്രോഗ്രസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. പൊതുസ്ഥലങ്ങളിലൂടെ എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള അവകാശം കിട്ടി. റൈറ്റ് ടു മൂവ് ഫ്രീലി എല്ലാം പബ്ലിക് റോഡ്സ് വാസ് ഗ്രാൻഡഡ്. രണ്ടാമതായി തൊഴിൽ, പേര്, പാർപ്പിടം, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഡിസ്ക്രിമിനേഷൻസ് എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കാൻ തുടങ്ങി. അതായത് തൊഴിലിൻ്റെ പേരിലൊക്കെ വിവേചനം നിലനിന്നിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് അവർക്ക് നല്ല തൊഴിലൊന്നും ചെയ്യാൻ പാടില്ല, നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല, നല്ല പേരിടാൻ പാടില്ല, നല്ല വീടുകളിൽ കിടക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ളൊക്കെ ആ കാര്യങ്ങളിലൊക്കെ മാറ്റം വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ, കാസ്റ്റ് ഹൈറാർക്കി വാസ് ക്വസ്റ്റ്യൻഡ്. ജാതി വ്യവസ്ഥ, അതായത് ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിക്കാരും, ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരെ ഉപദ്രവിക്കുകയും അവർക്ക് കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കുകയും അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് അത് ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ആ സിസ്റ്റത്തെയൊക്കെ ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അടുത്തതായി വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനം, എഡ്യൂക്കേഷനാണ് എല്ലാ പ്രോഗ്രസിന്റെയും ബേസ് എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കി. അതുകൂടാതെ മോഡേൺ എഡ്യൂക്കേഷന്, ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ലഭിച്ചു, പ്രോത്സാഹനം ലഭിച്ചു. കൂടാതെ സ്ത്രീ വിദ്യാഭ്യാസത്തിനും വിമൻ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീ പുരുഷ സമത്വത്തിനും എല്ലാം പ്രാധാന്യം ലഭിച്ചത് ഇത്തരം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വിവിധ തരത്തിലുള്ള മിഷണറി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കേരളത്തിന്
സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തുള്ള നേട്ടങ്ങളെ കുറിച്ചുമാണ്. ഇത്തരം വിവരങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. വീണ്ടും പുതിയ അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.